തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത ആരും തന്നെയില്ല. കുട്ടികൾ നേരിടുന്ന വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ തക്ക സമയത്ത് കണ്ടെത്തുകയും അവ പരിഹരിക്കുകയും ചെയ്യുക എന്നത് ഏറെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. മനസ്സിനേൽക്കുന്ന മുറിവുകൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് തേടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ സമൂഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരാൾക്ക് അപകടം നേരിട്ടാൽ ഫസ്റ്റ് എയ്ഡ് നൽകി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് പോലെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ കുറ്റപ്പെടുത്തലുകളില്ലാതെ കേൾക്കുവാനും പ്രതീക്ഷ നൽകുവാനും ആവശ്യമെങ്കിൽ ചികിത്സയിലെത്തിക്കുവാനും നടക്കുന്ന പ്രവർത്തനമാണ് ഫസ്റ്റ് എയ്ഡ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് നൽകുമ്പോൾ പ്രധാനമായും കടന്നു പോകേണ്ട ഘട്ടങ്ങൾ: 1. അപ്രോച്ച് 4. ഒരു കുട്ടി പ്രശ്നത്തിലാണെന്ന് മനസ്സിലായാൽ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രശ്നം മനസ്സിലാക്കുകയും അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വെള്ളവും സുരക്ഷയും നൽകുകയും മറ്റ് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുക. ലിസൺ നോൺ ജഡ്ജ്മെന്റലി. മുൻവിധികളില്ലാതെ ശ്രദ്ധയോടെ കുട്ടി പറയുന്നത് കേൾക്കുന്നതോടൊപ്പം നമ്മൾ കൂടെയുണ്ടെന്ന വിശ്വാസം വളർത്തിയെടുക്കുകയും ചെയ്യുക. ഗിവ് സപ്പോർട്ടീവ് ഇൻഫർമേഷൻ. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം പ്രശ്നപരിഹാരത്തിനായി വിദഗ്ധ സഹായം തേടുന്നതിനുള്ള പിന്തുണ നൽകുക. എൻകറേജ് ടു സീക്ക് പ്രൊഫഷണൽ ഓർ എക്സ്പേർട്ട് ഹെൽപ്പ്. വിദഗ്ധ സഹായം നേടാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം മനോരോഗ ചികിത്സയിൽ പ്രാവീണ്യം നേടിയ സൈക്യാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കാണാനുള്ള അവസരമുണ്ടാക്കാം. മരുന്ന്, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി എന്നിവ സ്വീകരിക്കാനും കുട്ടികളെ സഹായിക്കാം. എൻകറേജ് അതർ സപ്പോർട്ട്. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ സഹായം തേടാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം ഒറ്റപ്പെട്ടു പോകുന്നവരെ എത്രയും വേഗം ബന്ധുക്കൾക്കൊപ്പം ചേരാനും സർക്കാർ തലത്തിൽ ലഭ്യമായ സേവനങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സഹായവും കരുതലും ആകാൻ നമുക്ക് സാധിക്കും.